നമസ്കാരം, ഞാൻ ബെൻസിന വിൻസെന്റ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിസ്തുര്യ, ഞാൻ 10ൽ പഠിക്കുന്നു. ഞാൻ ക്ലാര കെ.പി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2024 മെയ് 4 ശനിയാഴ്ച പത്രങ്ങളിലെ പ്രധാന വാർത്തയായിരുന്നു കേരളം ചുട്ടുകൊള്ളുന്നത്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡുകളിൽ എത്തിയിരുന്നു. നാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഓവർലോഡ് താങ്ങാനാവാതെ ഏകദേശം 700ഓളം ട്രാൻസ്ഫോമറുകൾ പ്രവർത്തനരഹിതമായെന്ന് KSB കണക്കുകൾ നിരത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരും തലമുറയിലും വൈദ്യുതി മേഖല നേരിടേണ്ടി വന്നേക്കാം. അതിന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രതിവിധിയാണ് പമ്പ് സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ളത്. ഇനി നമുക്ക് പമ്പ് സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി മുകളിലും താഴെയുമുള്ള 2 റിസർവോയറുകൾ. ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ 10ഓളം ജലാശയങ്ങൾ പ്രകൃതിദത്തമായി തന്നെ ഉള്ളതിനാൽ നമുക്ക് പുതിയത് നിർമ്മിക്കേണ്ടി വരുന്നില്ല. അടുത്തതായി സോളാർ പാനൽ. സോളാർ പാനലിൽ നിന്നും കിട്ടുന്ന സൗരോർജ്ജത്തെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ബാറ്ററി. സാധാരണയായി നമ്മൾ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സോഡിയം അയൺ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബാറ്ററിക്ക് താഴെയായി മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നു. ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന DC കറണ്ടിനെ AC ആക്കി മാറ്റാൻ മോട്ടോർ നമ്മെ സഹായിക്കും. അടുത്തതായി താഴത്തെ റിസർവോയറിൽ നിന്നും മുകളിലത്തെ റിസർവോയറിലേക്ക് വെള്ളം തിരിച്ച് പമ്പ് ചെയ്യാൻ ആവശ്യമായ പെൻസ്റ്റോക്ക് പൈപ്പും പീക്ക് ഡിമാൻഡ് സമയങ്ങളിൽ വെള്ളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള പൈപ്പും ആവശ്യമാണ്. തിരിച്ചു വരുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ടർബൈനും ജനറേറ്ററും, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം സംഭരിക്കാൻ ആവശ്യമായ പവർ ഹൗസും, അതിനുശേഷം വിതരണത്തിനായി ആവശ്യമുള്ള ടവറും പമ്പ് സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കാൻ അനുവദിക്കുന്നുണ്ട്. അടുത്തതായി ഇതിന്റെ പ്രവർത്തന രീതിയിലേക്ക് കടക്കാം. മുകളിലും താഴെയായി 2 റിസർവോയറുകളുണ്ട്. മുകളിലത്തെ റിസർവോയറിൽ നിന്ന് സാധാരണയായി ടണൽ വഴിയോ മറ്റുമാണ് താഴേക്ക് വെള്ളം ഒഴുകുന്നത്. ഒഴുകി പോകുന്ന വെള്ളത്തിനെ താഴത്തെ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പകൽ സമയങ്ങളിൽ സോളാർ പാനൽ വഴി ലഭിക്കുന്ന സൗരോർജ്ജത്തെ ലിഥിയം അയൺ ബാറ്ററിയിൽ ഇവിടെ സംഭരിച്ചു വെക്കുന്നു. ഈ ഊർജ്ജം ഉപയോഗിച്ച് മോട്ടറിന്റെ സഹായത്തോടെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി റിസർവോയർ 1ലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. പീക്ക് ഡിമാൻഡുള്ള സമയങ്ങളിൽ അഥവാ രാത്രി 6 മുതൽ 10 വരെയുള്ള സമയങ്ങളിൽ മുകളിലത്തെ റിസർവോയറിൽ നിന്ന് താഴത്തെ റിസർവോയറിലേക്ക് വെള്ളം കടത്തിവിടുന്നു. വെള്ളം വരുന്ന മർദ്ദത്താൽ ടർബൈൻ കറങ്ങി ജനറേറ്റർ ചലിച്ച് വൈദ്യുതി ഉണ്ടാകുന്ന വൈദ്യുതിയെ പവർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് ടവർ ശൃംഖലകളിലൂടെ ഗ്രിഡിലേക്ക് കടത്തിവിടുന്നു. കേരളത്തിൽ ഏകദേശം 81ഓളം ഡാമുകളുണ്ട്. പെരിങ്ങൽകുത്ത്, ഇടമലയാർ, ഷോളയാർ തുടങ്ങി 10ഓളം റിസർവോയറുകൾ ഇതിന്റെ താഴെ മുകളിലുമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് സൗകര്യമുള്ളവ നമുക്ക് തിരഞ്ഞെടുക്കാം. അതെല്ലാം തന്നെ പ്രകൃതിദത്തമായി ഉള്ളവയാണ്. ഈ 10 റിസർവോയറുകളിലും ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കുകയാണെങ്കിൽ 5075 മെഗാവാട്ടോളം വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് പീക്ക് ഡിമാൻഡ് സമയത്തെ ആവശ്യകത നിറവേറ്റാൻ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത് KSBക്ക് ഒരു മുതൽക്കൂട്ട്